ഹായ്, പൂച്ചയുടെ സൈക്കോളജി ഇത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം. ഈ ജോൺ ഗ്രേ എന്ന് പറയുന്നൊരു എഴുത്തുകാരുണ്ട്, അദ്ദേഹം എഴുതിയൊരു ബുക്ക് കൂടിയാണിത്. അതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീട്ടുടമസ്ഥ ഒരു പൂച്ച വളർത്തുന്നുണ്ട്. അതായത് അയാൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാൾ കഴിക്കുന്ന വെജിറ്റബിൾ ഭക്ഷണമാണ് പൂച്ച കഴിക്കുന്നത്. ഞാനും വെജിറ്റേറിയനാണ്, എൻ്റെ പൂച്ചയും വെജിറ്റേറിയനാണ്. എന്താണോ എനിക്കിഷ്ടം അതാണ് എൻ്റെ പൂച്ചയ്ക്കും ഇഷ്ടം. അങ്ങനെ ഇയാൾ ഈ പൂച്ചയെ നിരീക്ഷിക്കാൻ തുടങ്ങി. അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഇതാണ് ആ ബുക്ക് എഴുതാൻ കാരണം. അപ്പം ഇതിൻ്റെ മൊത്തം ഒന്നും പറയുന്നില്ല. അതിൽ ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീട്ടുടമസ്ഥൻ പറയും, ഞാൻ വെജിറ്റേറിയനാണ്, എൻ്റെ പൂച്ചയും വെജിറ്റേറിയനാണ്, ഞാൻ എന്താണോ കഴിക്കുന്നത് അതാണ് കഴിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ച ഇയാൾ കൊടുക്കുന്ന വെജിറ്റേറിയൻ കഴിക്കുന്നുണ്ട്, ഇഷ്ടത്തോടെ അല്ലാതെ. എന്നിട്ട് അതിന് വെളിയിൽ പോയിട്ട് അതിനാവശ്യമുള്ള ഇതിനെ പിടിച്ച് അത് തിന്നുകയും ചെയ്യുന്നുണ്ട്. ഇതൊരിക്കലും ഈ ഉടമസ്ഥൻ കാണുന്നില്ല എന്ന് പറഞ്ഞ കണക്ക്. പിന്നെ നിങ്ങൾ ഇപ്പം 2 ദിവസം പൂച്ചയെ പട്ടിണിക്കിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് നിങ്ങളുടെ പരാതിയോ കാര്യങ്ങളോ ഒന്നും പറയത്തില്ല. ഇങ്ങനെ നോക്കും, 3 ദിവസമൊക്കെ ഇങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്യും, കറങ്ങിയൊക്കെ അവിടെ നിൽക്കും. അത് കഴിയുമ്പോൾ അടുത്ത വീട്ടിൻ്റെ അവിടെ പോയി മ്യാവ് നടക്കും. കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മീങ്ങി മേടിക്കും. പെതുക്കനെ അവരെ കട്ടിലേക്ക് കയറി കിടക്കും. പറഞ്ഞു മനസ്സിലായോ? നിങ്ങൾക്ക് എവിടെയെങ്കിലും വോയിസ് ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കൂടുതൽ മൈൻഡ് ചെയ്യാൻ നോക്കരുത്. നിങ്ങൾക്ക് എവിടേക്കാണ് ചെയ്യാൻ പറ്റുന്നത് അതിലേക്ക് ഫോക്കസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. മറ്റിടത്ത് നിങ്ങൾ അഭിപ്രായങ്ങളോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും പറയണ്ട. ഓക്കെ, നമ്മളാളാണ്, നമ്മുടെ വീടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുക. നിങ്ങൾ പോവുക, നിങ്ങൾ ഇഷ്ടമുള്ള മേഖലയിലേക്ക് പോവുക, അവിടെ നിങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് അതിൻ്റെ സീക്രട്ട്.